പരിശുദ്ധ സ്തുതി യാതൊരു തന്നെ വേണമെന്നേക്കുണ്ടായിക്കട്ടെയാണ്. നാൽപ്പത്തിയാറാമത്തെ സങ്കീർത്തനം വായിക്കുന്നു. സങ്കീർത്തനം 46. വിശുദ്ധ കുർബാനയിലൂടെ യാമപ്രാർത്ഥനകളിലൂടെ നമ്മുടെ അഭിഷേകം ജ്വലിച്ചിരിക്കുന്ന ഈ സമയം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ഉപദേശങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ആരാധനയാക്കി നമ്മുടെ അടുത്ത ജീവിതയാത്രയ്ക്കുള്ള ശക്തിയും ഊർജ്ജസ്സും വീര്യവും മാർഗദർശനവും ലഭിക്കാൻ കോരഹപുത്രന്മാരുടെ സങ്കീർത്തനം വായിക്കുന്നു. കോരഹപുത്രന്മാർ മത്സരികളായ അപ്പൻ്റെ കൂട്ടുകാരിൽ നിന്ന് വേർപെട്ട് ദൈവം മാത്രം മതിയെന്ന് പറഞ്ഞ് അവസാന സമയത്ത് മരണക്കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് എഴുതിയൊരു സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് നാം ഭയപ്പെടുകയില്ല. ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങിയാലും സമുദ്രത്തെ വീണാലും അതിലെ വെള്ളം ഇരമ്പലോടെ കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും തന്നെ ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതിൻ്റെ വിശുദ്ധ നിവാസത്തിനെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോവുകയില്ല. ദൈവം അതിരാവിലെ തന്നെ അതിനെ സഹായിക്കും. ജനതകൾ കൂർത്തിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി, അവൻ്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി കുലുങ്ങിപ്പോയി. സൈന്യങ്ങൾ യഹോവ നമ്മോടുകൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. വരുവീൻ, യഹോവയുടെ പ്രവൃത്തികൾ നോക്കുവീൻ, അവൻ ഭൂമിയിലത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങൾ തീയിലിട്ട് ചുട്ടുകളയുന്നു. മിണ്ടാതിരുന്ന് ഞാൻ ദൈവം അറിഞ്ഞുകൊള്ളുവീൻ. ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങൾ യഹോവ നമ്മോടുകൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അങ്ങനെ 11 വാക്യങ്ങളുള്ളതായ 46 സങ്കീർത്തനത്തിൽ കോരഹപുത്രന്മാർക്ക് ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ സന്തോഷിക്കുവാൻ സാധിച്ചു. നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ലോകാവസാനത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുഷിച്ച തലമുറയുടെ മധ്യത്തിൽ ദൈവസാന്നിധ്യം അങ്ങ് തിരിച്ചറിയും. ആ ദൈവസാന്നിധ്യം തിരിച്ചറിയാൻ നമുക്ക് എങ്ങനെ മിണ്ടാതിരിക്കാൻ സാധിക്കും? മിണ്ടാതിരുന്ന ദൈവത്തെ അറിയിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ മിണ്ടിയതിൻ്റെ കേസുകൾ തീരാനുണ്ടോ? നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, പ്രതികരണങ്ങൾ മുതലായവ നമ്മോടുകൂടെയുള്ള ദൈവത്തെ സാക്ഷിക്കുന്നതായിരുന്നോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ലൂക്കോസിന് സുവിശേഷം 14 15 അധ്യായങ്ങളിൽ ഇതിനോട് ചേർന്ന് ചിന്തിക്കേണ്ട സന്ദേശം എന്താണുള്ളത്? 14 അധ്യായത്തിന് 34 വാക്യത്തിൽ ഉപ്പ് നല്ലതാകുന്നു, എന്നാൽ അതിൻ്റെ സ്വാദ് നഷ്ടപ്പെട്ടു പോയാൽ അത് വീണ്ടും ഉപ്പുരസം വരുത്തുന്നത് എങ്ങനെ? പിന്നെ അത് നിലത്തിനോ വളത്തിനോ കൊള്ളുന്നതല്ല, അത് പുറത്തെറിഞ്ഞു കളയും. കേൾക്കുവാൻ ചെവികളും കേൾക്കട്ടെ എന്ന് പറഞ്ഞു. നമ്മുടെ ഉപ്പ് നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രയോജനശൂന്യരായി തള്ളപ്പെടുന്നത് എങ്ങനെയാണ്? അങ്ങനെ തള്ളപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? തള്ളപ്പെടാത്ത സാഹചര്യത്തിലാണ് വീണ്ടും ഉപ്പ് കിട്ടാൻ എന്ത് ചെയ്യണം എന്നൊക്കെയും പഠിക്കുവാൻ നമ്മുടെ ഇനിയുള്ളതായ കാത്തിരിപ്പുകൾ, ഉപവാസങ്ങൾ, പ്രാർത്ഥനകൾ, വരാൻ പോകുന്ന എക്യൂമിനിക്കൽ വാർഷിക ധ്യാനമൊക്കെ ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഉപ്പ് നഷ്ടപ്പെടാതിരിക്കാനും നഷ്ടപ്പെട്ടെങ്കിൽ തന്നെ വീണ്ടും പ്രാപിക്കുവാനും പ്രയോജനമുള്ളവരാകുവാനും രുചിയുള്ളവരും കൃപയുള്ളവരുമായി മാറുവാനും ഈ 29-ാം തീയതി ആരംഭിക്കുന്ന പഞ്ചദിന ധ്യാനം, എക്യൂമിനിക്കൽ ധ്യാനം ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനുള്ള ഒരുക്കമായി ഇനിയുള്ളതായ ദിവസങ്ങളിൽ നിത്യ കുർബാനയും നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. ലൂക്കോസിന് ശേഷം 15-ാം അധ്യായത്തിൽ ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വചനം കേൾക്കുവാൻ അവൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇനിയും വന്നുചേരേണ്ട ചുങ്കക്കാരും പാപികളും ധാരാളമുണ്ട്. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടൊപ്പം ഭക്ഷിക്കുന്നുവെന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പിറുപിറുത്ത് പറഞ്ഞു. അങ്ങനെ സുവിശേഷ യോഗങ്ങളിൽ, ധ്യാനമന്ദിരങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരും ആയിട്ടുള്ള പാപികൾ വരുമ്പോൾ അവരോടൊത്ത് ആഹാരം കഴിക്കുന്ന കാണുമ്പോൾ പിറുപിറുക്കുന്നവരുണ്ടാകാം. അതിൻ്റെ മധ്യത്തിൽ നമ്മൾ വേല തയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്.
അങ്ങനെ കർത്താവിൻ്റെ സുവിശേഷ വേലയുടെ സാഹചര്യത്തിൽ അന്നുണ്ടായിരുന്ന പരീശന്മാർക്ക് അത് മനസ്സിലാകാൻ സാധിക്കാതെ വന്നപ്പോൾ അവർ പിറുപിറുത്തപ്പോൾ അവർക്ക് കൊടുത്ത മറുപടിയായിട്ടാണ് കർത്താവ് 3 ഉപമകൾ പറഞ്ഞിരിക്കുന്നത്. ആ ഉപമയിൽ കൂടി നമുക്ക് എന്തെങ്കിലും സന്ദേശം ഇനിയും കിട്ടാനുണ്ടോ, കിട്ടിയത് ഓർക്കുവാനുണ്ടോ എന്ന് പരിശോധിക്കാം. കർത്താവ് എന്തുകൊണ്ട് ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു, അവരെ രക്ഷിക്കുവാൻ അവരോട് എങ്ങനെ താതാത്മ്യപ്പെട്ടു, പാപിയെ നേടുവാൻ എങ്ങനെ പാപമാക്കപ്പെട്ടു, പാപിയെ തേടി കർത്താവ് നടന്നപ്പോൾ പാപികൾ വചനം കേട്ട് എങ്ങനെ മനസാന്തരപ്പെട്ടു എന്നൊക്കെയും പഠിപ്പിക്കുവാൻ കർത്താവിൻ്റെ അതേ അനുഭവത്തിൽ നമ്മൾ അനേകരെ നേടണമെങ്കിൽ കർത്താവ് പോയ വഴിയെ പോകണമെന്നുള്ള കാര്യം ഇതാ ഇവിടെ ഓർപ്പിക്കുന്നു. നിങ്ങളൊരാൾക്ക് 100 ആട് ഉണ്ടായിരുന്നിരിക്കട്ടെ, അതിൽ ഒന്നിനെ കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോയതിനെ കണ്ടെത്തുന്നത് വരെ അന്വേഷിച്ച് നടക്കുകയില്ലയോ എന്ന് ചോദിക്കുന്നു. കണ്ടു കിട്ടുമ്പോൾ സന്തോഷത്തോടെ അവനതിലെ ചുമലേറ്റുന്നു. അപ്പോൾ കാണാതെ പോകുന്ന ആടുകളെ കണ്ടു കിട്ടുമ്പോൾ കിട്ടുന്ന ഇടയൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇടയൻ ആ സന്തോഷം മറ്റൊരുമായി പങ്കിട്ട് അത് ഇരട്ടിയാകുന്ന കാണും. 6-ാം വാക്യത്തിൽ അവൻ വീട്ടിൽ വന്ന സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയതുകൊണ്ട് എന്നോട് സന്തോഷിപ്പീൻ എന്ന് അവരോട് പറയും. അങ്ങനെ നമുക്ക് കാണാതെ പോയ ആടിനെ കണ്ടെത്തിയിട്ട് ഇടയൻ്റെ സന്തോഷത്തോടൊപ്പം വീട്ടിലുള്ളവരുടെയും സ്നേഹിതരുടെയും സന്തോഷം കൂടെ ചേർത്ത് അത് ഇരട്ടിയാക്കി അത് പങ്കിട്ട് അത് വർദ്ധിപ്പിച്ച് നമുക്കത് അനേകരുമായി പങ്കിടാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുക. ഇപ്രകാരം തന്നെ അനുതാപത്തിൻ്റെ ആവശ്യമില്ലാത്ത 99 നീതന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ അധികം സന്തോഷം അനുഭവിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിലുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ സ്വർഗത്തെ സന്തോഷിപ്പിക്കുവാൻ പാപി മാനസാന്തരപ്പെട്ടാൽ മതി, മാനസാന്തരപ്പെടാനുള്ള പാപിയെ തപ്പിപ്പോയാൽ മതി എന്നുള്ള കാര്യം ഇവിടെ ഓർപ്പിക്കുന്നു. അപ്പോൾ പലരുടെ സന്തോഷങ്ങൾ നമ്മളിവിടെ കണ്ടു. ഇടയൻ ആടിനെ തപ്പിപ്പിടിച്ച് തൻ്റെ തോളിലേറ്റുമ്പോൾ ഇടയന് കിട്ടുന്നൊരു സന്തോഷം, തോൾ കയറിയിരിക്കുന്ന ആടിന് കിട്ടുന്നൊരു സന്തോഷം, ആ സന്തോഷം അയൽക്കാരുമായി പങ്കിടുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു സന്തോഷം. ഇങ്ങനെ ഈ സന്തോഷം കവിഞ്ഞൊഴുകി അനേകരിലേക്ക് പോവുകയാണ്. ധ്യാനമന്ദിരവും നമ്മുടെ വീടും നമ്മുടെ പള്ളികളും നമ്മുടെ സുവിശേഷ യോഗങ്ങളും എല്ലാം ഈ സന്തോഷം പങ്കിടുന്ന വേദിയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് ഈ സന്തോഷം കിട്ടിയിട്ടുണ്ടോ? നമുക്ക് ഈ സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതോ നമ്മുടെ സന്തോഷം പോവുകയാണോ? അത് പരിശോധിക്കണം. ഇപ്പോൾ കാണാതെ പോയ ആടിൻ്റെ പ്രത്യേകത, അതിന് ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. അതിനെ ബന്ധിക്കപ്പെട്ട ഒരു കുഴിയിൽ കിടക്കുകയാണ്, അല്ലെങ്കിൽ മുള്ളുകൾക്കിടയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. ചത്തിട്ടില്ല, സ്വല്പം അനങ്ങാൻ നോക്കും, പക്ഷെ അപ്പോൾ വേദനയാണ്. ആ അവസ്ഥയിൽ ഇടയന് മാത്രമേ അതിൻ്റെ അടുത്ത് ചെന്ന് അതിനെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിട്ട് നമ്മൾ മുള്ളുകളും ശാപങ്ങളും ദോഷങ്ങളും അരിഷ്ടതാവസ്ഥയുള്ള സ്ഥലത്ത് കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അവിടെ കിടന്ന് കരയാനേ ഒക്കെയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ കാണാതെ പോയ ആടിനെ പോലെ എവിടെ കുടുങ്ങി അവിടെ കിടന്ന് കരഞ്ഞാൽ ഇടയൻ തപ്പി വന്ന് നമ്മളെ തേടിക്കൊണ്ടു പോകുമെന്നുള്ള ഒരു പ്രത്യാശ നമുക്കുണ്ടാകട്ടെ. നമ്മൾ ഈ ലോകയാത്രയിൽ എവിടെയെങ്കിലും കുരുങ്ങാനോ കുഴിയിലാകാനോ ബന്ധിക്കപ്പെടാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കുള്ള ജീവൻ ഉപയോഗിച്ച് കരയാമെങ്കിൽ ആ കരച്ചിലിൻ്റെ ശബ്ദം കേട്ട് ഇടയൻ തപ്പി നടക്കുന്ന ഇടയൻ നമ്മുടെ അടുത്തേക്ക് വരും. നമ്മുടെ ഓരോരുത്തരുടെയും ശബ്ദം കർത്താവിന് നല്ല പരിചയമാണ്. ദൈവത്തിന് എല്ലാവരുടെയും ശബ്ദം അറിയാം. അതെവിടെ കണ്ട് നിലവിളിച്ചാലും അത് ഇന്നവരുടെ ശബ്ദമാണെന്ന് സ്വർഗത്തിൽ ഇരുന്നും പാതാളത്തിലായാണെങ്കിൽ അവിടെ നിന്നും ഒക്കെ തിരിച്ചറിയാൻ സാധിക്കുന്ന അത്രയ്ക്ക് സ്നേഹവാനായ ആ പിതാവിൻ്റെയും ആ ഇടയൻ്റെയും സ്നേഹപൂർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ തലയിലെ മുടികൾ പോലും എണ്ണി നമ്മുടെ ശബ്ദം അറിയാവുന്ന കർത്താവ് നമ്മൾ എവിടെ കിടന്ന് കരഞ്ഞാലും അവിടേക്ക് വന്ന് നമ്മളെ രക്ഷിക്കുന്ന ആ സ്നേഹം കൊടുക്കുവാൻ നമ്മുടെ ജീവിതവും നമ്മുടെ സങ്കേതഭവനവും നമ്മുടെ പള്ളിയും നമ്മുടെ സഭയും അതിനുതകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഒരാളുടെ നേരെ അപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത് 99 പേരെ ഉപേക്ഷിച്ചെന്ന് തോന്നുന്നു. 99 പേർക്ക് അപ്പോൾ ഈ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ചുള്ള ദുഃഖം ഉണ്ടെങ്കിൽ അവരുടെയും കൂടെ പ്രതിനിധിയായിട്ടാണ് ഈ ഇടയൻ ഒന്നിനെ തേടിപ്പോകുന്നത്. ഈ മനോഭാവം നോക്കുന്നുണ്ടോ? ഒരു സുവിശേഷ വേല നടക്കുന്ന സ്ഥലത്ത് എല്ലാവർക്കും ഒരുപോലെ അല്ല സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവർ കൂടുതൽ സ്നേഹം കൊടുക്കുക. മറ്റവരോട് പിണക്കമുണ്ടായിട്ടല്ല, അവർക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടും അവരുടെയും കൂടെ പ്രതിനിധിയായിട്ട് അവരുടെയും കൂടെ ആവശ്യമായിട്ടാണ് ഈ കാണാതെ പോയ ആടിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത്. അപ്പോൾ അവിടെ അസൂയ ഉണ്ടാകാൻ പാടില്ല,
അതുകൊണ്ട് ഒരാളെ സ്നേഹിച്ച് അയാളുടെ പുറകെ നടക്കുന്നു, അവരെ തള്ളിക്കളഞ്ഞൊന്നല്ല വിചാരിക്കേണ്ടത്. എല്ലാവരുടെയും ആത്മീയ നിലവാരം ഒന്നല്ല, എല്ലാവരുടെയും ആത്മീയ പ്രശ്നം ഒരുപോലെയല്ല, എല്ലാവരുടെയും ആവശ്യങ്ങൾ ഒരുപോലെയല്ല. ഏറ്റവും അധികം ആവശ്യം ഉണ്ടായിരുന്നത് ഈ കുഴിയിൽ വീണുപോയതോ കുരുങ്ങിപ്പോയതായ ആടിനായിരുന്നു ഈ 100 പേരിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയും സംരക്ഷണവും സ്നേഹവും അതിൻ്റെ പരിചരണങ്ങളും ആവശ്യമുണ്ടായിരുന്നുകൊണ്ട് അങ്ങോട്ടങ്ങ് പോവുകയായിരുന്നു. ആ ഒരു ടീം സ്പിരിറ്റ് നമുക്കുണ്ടോ? നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരാളെ നേടാൻ എല്ലാവരേക്കാൾ അധികം ആളിന് ശ്രദ്ധ കിട്ടണം, സംരക്ഷണം കിട്ടണമെന്നുള്ള വിചാരത്തിൽ നമ്മൾ ചിന്തിക്കാറുണ്ടോ, പ്രവർത്തിക്കാറുണ്ടോ? യേശുവിൻ്റെ ആ മനോഭാവം നമുക്കുണ്ടോ? ഇനി കാണാതെ പോയ മറ്റൊരെണ്ണം, നമ്മുടെ ജീവിതത്തിൽ കാണാതെ പോകുന്ന വശങ്ങൾ പലതാണ്. ദേഹത്തിലും ദേഹിയിലും ആത്മാവിലും കാണാതെ പോകാൻ സാധ്യതയുള്ള വശങ്ങൾ നമുക്കുണ്ട്. കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമയിൽ നിന്ന് പഠിക്കുന്ന മറ്റൊരു കാര്യം, നാണയം കാണാതെ പോയി നാണയത്തിന് കരയാനൊക്കുകയില്ല, അതിന് ജീവനില്ല, അതെവിടെയോ കിടക്കുക. അപ്പോൾ ആ നാണയത്തെ കണ്ടുപിടിക്കണമെങ്കിൽ വീട് മുഴുവൻ തപ്പണം. കാണാതെ പോയ ആടിനെ തപ്പി പിടിക്കാൻ കരച്ചിൽ കേൾക്കുന്ന ശബ്ദത്തിലേക്ക് പോയാൽ മതി. കരച്ചിൽ വരുന്ന ശബ്ദം വരുന്നിടത്തേക്ക് പോയി തപ്പിയെടുക്കാൻ സൗകര്യമുണ്ട്. പക്ഷെ നാണയം കാണാതെ പോയാൽ അതിന് കരയാൻ കഴിയില്ല, വീട് മുഴുവൻ തൂത്തുവാരേണ്ടി വരും. കുന്തം നഷ്ടപ്പെട്ട കുടത്തിൽ നിന്ന് അന്വേഷിക്കണമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. കുന്തം കുടത്തിനകത്ത് കയറുമോ? ഇല്ല. പക്ഷേ ചിലപ്പോൾ ചില കുന്തം ചിലര് അപകരിച്ചെടുത്തിട്ട് പീസായിട്ട് മുറിച്ച് അത് ആരും കാണാതിരിക്കാത്തൊക്കെ കൊണ്ട് ചെറിയ പീസാക്കി കുടത്തിനകത്ത് കൊണ്ട് വെക്കാനും സാധ്യതയുള്ളതുകൊണ്ടാണ് കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്ന് പറയാൻ കാരണം ഇതാ. നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ലാത്ത സ്ഥലത്തായിരിക്കാം കാണാതെ പോയ സാധനം കിടക്കുന്നത്. ഒട്ടും പ്രതീക്ഷയില്ലാത്ത സാഹചര്യങ്ങളിലും കാണാതെ പോയവരെ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട്, ചത്തു കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പാപം ചെയ്ത് മരിക്കുന്ന പ്രാണന് കരയാൻ കഴിയില്ല. പ്രാണൻ ചെയ്ത് മരിക്കുന്ന പ്രാണൻ പാതാളത്തിൽ പോയി ചത്തു കിടക്കുക, അതിന് കരഞ്ഞ് നിലവിളിക്കാൻ കഴിയില്ല. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയാൽ ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല, അവർ മൗനതയിലാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ മരിച്ച് മൗനതയിലായി പോകുന്ന വശമുണ്ട്. സ്വയത്തിൽ ആശ്രയിച്ച് പാതാളത്തിൽ പോകുന്ന പ്രാണൻ ഒരു നാണയം പോലെ എവിടെയോ പോയി കിടക്കുക. അതിനെ പുറകെ ചെന്ന് തപ്പിപ്പിടിച്ച് തൂത്തുവാരി വിളക്ക് കത്തിച്ച് ഇരുട്ടത്താണെങ്കിൽ അതെല്ലാം ചെയ്തെങ്കിലേ കണ്ടെത്താനൊക്കെ ഉള്ളൂ. അപ്പം നമ്മുടെ ജീവിതത്തിൽ കാണാതെ പോയ നാണയം പോലെ മരവിച്ച് ഇരുട്ടത്ത് അനങ്ങാനൊക്കാതെ മിണ്ടാനൊക്കാതെ കിടക്കുന്ന ചില വശങ്ങളുണ്ടാകാം. അവിടേക്ക് പോകാൻ അതുപോലെ സ്നേഹമുള്ള സ്വർഗീയ ഇടയൻ പാതാളത്തിൻ്റെ അടിത്തട്ട് വരെ നമ്മളെ തപ്പിപ്പോയെങ്കിലേ നമ്മുടെ നഷ്ടപ്പെട്ട പ്രാണനെ വീണ്ടെടുക്കാനൊക്കെ ഉള്ളൂ. അത്രയും സ്നേഹമുള്ള ആളാണ് ഇടയൻ. അപ്പോൾ ആ ഇടയൻ്റെ ആ സ്നേഹത്തിന് നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ സ്വയാശ്രയം കൊണ്ട് മോഹം ഗർഭം ധരിച്ച് പാപം എടുത്തിട്ട് മരണത്തെയും പ്രസവിച്ചിട്ട് ജഡമോഹം കൊണ്ടും കൺമോഹം കൊണ്ടും ജീവിതത്തിൻ്റെ പ്രതാപം കൊണ്ടും മരിച്ച് നഷ്ടപ്പെട്ട് പാതാളം വരെ പോയി ജീവനില്ലാതെ കിടക്കുന്ന പ്രാണക്കുട്ടികളെക്കുറിച്ച് ഈ പ്രാണപ്രിയന് വലിയ കരുതലാണ്. നമ്മൾ ആ ഇടയൻ വന്ന് നമ്മളെ കണ്ടെടുക്കുന്നതുവരെയും പാതാളത്തിൽ കിടക്കേണ്ടി വരും. ഏദൻ തോട്ടത്തിൽ നിന്ന് പാതാളത്തിൻ്റെ അടി വരെ പോയ ആദാമിനെയും ഹവ്വയെയും തപ്പി കർത്താവിന് അവിടെ ചെല്ലാൻ 4000 കൊല്ലം കഴിയേണ്ടി വന്നു. എന്താ 4000 കൊല്ലം വരെ താമസിച്ചത്? നമുക്കുള്ളതുപോലെ ഒരു ശരീരം സ്ഥാപിച്ചിട്ട് ആ ശരീരത്തിൽ നിന്ന് വേർപെടുന്ന പ്രാണൻ, ആ വേർപെടുന്ന രക്തം പാതാളം വരെ ഒഴുകി ചെന്നാലേ കർത്താവിന് പാതാളത്തിലെത്താനൊക്കെ ഉള്ളൂ. അതിനാണ് കന്യമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച് മനുഷ്യനായി 33 വർഷം വരെ താൻ ജീവിച്ച് കുരിശിൽ തൻ്റെ രക്തം മുഴുവൻ ഊറ്റി ആ രക്തം പാതാളം വരെ ഒഴുകിച്ചെന്ന് അതിലൂടെയാണ് കർത്താവിനെ മരിച്ചുപോയവരുടെ അടുത്തെത്താൻ താൻ മരിക്കേണ്ടി വന്നു. യേശു മരിച്ചതിൻ്റെ ആവശ്യമില്ല. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ നമ്മൾ മരിച്ചു എന്ന് 2 കൊരിന്ത്യർ 5:14 പറയാൻ കാരണം അതാണ്. നമ്മൾ മരിച്ച് കാണാതെ പോയ നാണയം പോലെ പാതാളത്തിൽ കിടന്നുകൊണ്ടാണ് കർത്താവ് മരിക്കേണ്ടി വന്നത്. കർത്താവിന് മരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുകൊണ്ട് കർത്താവ് മനുഷ്യനായത്. കർത്താവിന് മരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് താൻ നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ ജീവിച്ചത്. ഈ കർത്താവിന് നമുക്ക് നന്ദി പറയാം. മോഹത്താലും പാപത്താലും മരണത്താലും കാണാതെ പോയ നാണയം പോലെ
പാതാളത്തിൻ്റെ അടിത്തട്ട് വരെ പോയി കിടക്കുന്ന എത്രയോ വശങ്ങൾ നമുക്ക് ഇനിയും ഉണ്ട്. അപ്പോൾ കന്യാമറിയാമിൽ നിന്നെടുത്ത ശരീരം ഉപയോഗിച്ച് കർത്താവിനെ ജീവിക്കുവാനും മരിക്കുവാനും സാധിച്ചപ്പോൾ പാതാളം വരെ പോയി അവിടുത്തെ പ്രാണക്കുട്ടികളെയും കൊണ്ട് പിതാവിൻ്റെ അടുത്ത് പോയി കാഴ്ചവെക്കുവാൻ സാധിച്ചു. പാതാളത്തിൽ പോയി അന്നത്തെ കർത്താവിൻ്റെ ശരീരം ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ സന്നിധിയിൽ ഇരിക്കുകയാണ്. ശത്രുവിനെ പാതവിടുവാക്കാൻ അവിടെ ഇരുന്ന് യുദ്ധം ചെയ്യുമ്പോൾ ഇന്ന് പാതാളത്തിൽ പോകാൻ നമ്മുടെ ശരീരമാണ് വേണ്ടത്. കന്യാമറിയാമിൽ യേശു ജനിച്ചതുപോലെ നമ്മൾ യേശു ജനിച്ച് വളർന്ന് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ യേശുവിന് വേണ്ടി കളയുന്ന പ്രാണനിലൂടെ നമുക്ക് കാണാതെ പോയ മരിച്ചു കിടക്കുന്ന പ്രാണക്കുട്ടികളെ നേടാൻ കർത്താവ് പാതാളത്തിൽ പോകാനൊക്കും. എല്ലാ യാമപ്രാർത്ഥനകളിലും എല്ലാ വിശുദ്ധ കുർബാനയിലും പാതാളത്തിലെ ശുശ്രൂഷയുണ്ട്. അതിന് കുർബാനയിലും അച്ഛൻ്റെയും ശുശ്രൂഷക്കാരൻ്റെയും ജനങ്ങളുടെയും ശരീരത്തിൽ കർത്താവ് പ്രവേശിച്ച് യേശുവിന് വേണ്ടി നമ്മൾ ഇന്ന് കളയുന്ന ജീവനാണ് പാതാളത്തിൽ പോയി പ്രസംഗിക്കാൻ കർത്താവ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കർത്താവ് പാതാളത്തിലെ വേല ചെയ്ത് അവിടുന്ന് അനേകരെ വീണ്ടെടുക്കാനായിട്ട് നമ്മുടെ ശരീരത്തെ കർത്താവ് ചോദിക്കുന്നു. കന്യാമറിയാമിൻ്റെ ശരീരത്തിൽ കർത്താവ് ജീവിച്ച് ബേത്ലഹേമിൽ ജനിച്ച് കാൽവറിയിൽ മരിച്ച് ആ പ്രാണനാണ്, ആ ജീവനാണ് പാതാളത്തിൽ പോയി ചത്തുകിടന്ന അവരെ ഉയർപ്പിക്കാൻ ഉപയോഗിച്ചത്. ഇനിയും കോടിക്കണക്കിന് പേര് രക്ഷപ്പെടാൻ കിടക്കുന്നു. ഇന്ത്യയുടെ 75% പേരെ രക്ഷപ്പെടാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം തോമാസിയായിട്ട് പറഞ്ഞ കാര്യം നമ്മുടെ മാത്യു സർമ്പാജിന് വെളിപ്പാട് കിട്ടിയതാണ്. എല്ലാം കൂടെ കൂട്ടിയാലും 2.5% പോവുള്ളൂ. ബാക്കിയുള്ളവരെ മുഴുവൻ വീണ്ടെടുക്കണമെങ്കിൽ അവിടെ ചത്തു കിടക്കുന്ന വിഗ്രഹാരാധന കൊണ്ടും അത്യാഗ്രഹം കൊണ്ടും വിദ്യാബോധം കൊണ്ടും ചത്തു കിടക്കുന്ന ഇന്ത്യയിലെ കോടിക്കണക്കിന് പേരുടെ പ്രാണനെ പാതാളത്തിൽ പോയി കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ശരീരം കർത്താവിന് വിട്ടുകൊടുക്കുമോ? കർത്താവ്, നീ എന്നിൽ വന്ന് മാമോദിസായ ജനിച്ചിട്ടുണ്ട്, നീ ശരിക്കും വളർന്നോ, പ്രായപൂർത്തിയായോ? അങ്ങനെ 33.5 വയസ്സിലെ ആ കർത്താവ് എന്നിൽ നിന്ന് ജനിച്ച് വളർന്ന് ആ പ്രായത്തിലായിട്ട് ഇന്ത്യക്കാർക്ക് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്, എന്നിട്ട് നിന്നോടൊപ്പം ഉയർക്കുവാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ പാതാളത്തിൽ പോകാൻ തയ്യാറായ കർത്താവ് പാതാളത്തിലെ പണി കഴിഞ്ഞിട്ടാണ് ഉയർത്തെഴുന്നേറ്റ്. അപ്പോൾ പാതാളത്തിലെ പണിക്ക് പ്രാണനും ആത്മാവും കൂടി ചേർന്ന ശരീരം മതി, ഈ ശരീരത്തിൻ്റെ ആവശ്യമില്ല. ഈ ശരീരം കർത്താവിന് കൊടുക്കാമെങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് പല കാരണത്താൽ നമ്മൾ വേർപെടുന്ന ജീവനും ശക്തിയും കർത്താവ് വാങ്ങിച്ചിട്ട് പാതാളത്തിൽ പോയി പ്രസംഗിച്ചിട്ട് അവിടുന്ന് ആളിനെ കയറ്റുന്നുണ്ട്. പക്ഷേ കന്യാമറിയാൻ തൻ്റെ ശരീരം അതിന് കൊടുത്ത പോലെ നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതം കർത്താവിന് കൊടുക്കാമെങ്കിൽ കർത്താവ് ആ പണി ചെയ്യും. അതിനാളുണ്ടായി കഴിഞ്ഞ് മാത്രമേ ഇവരെ നേടാനൊക്കെ ഉള്ളൂ. നഷ്ടപ്പെട്ടു പോയവരെ നേടണമെങ്കിൽ അവർക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകണം. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് അതാണ്. കർത്താവ് ആയിരക്കണക്കിന് വർഷങ്ങൾ പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയതിന് ശേഷമാണ് കന്യാമറിയാമിൽ ജനിച്ചത്. 33.5 കൊല്ലക്കാലം രാത്രിയും പകലും മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയതിന് ശേഷമാണ് പാതാളത്തിൽ പോയത്. അത് കഴിഞ്ഞപ്പോഴാണ് ആദാമിൻ്റെ കാലം മുതൽ അതുവരെ ഉണ്ടായിരുന്ന അനേകരെ പർദീസായിൽ കയറ്റാൻ സാധിച്ചു. എന്നാൽ ഇന്നും പർദീസായിൽ കയറാൻ കഴിയാതെ പാതാളത്തിൽ കിടക്കുന്നവരുണ്ട്. അവരെ പാതാളത്തിൽ നിന്ന് കരയേറ്റുവാൻ നമ്മുടെ ജീവനും ജീവിതവും കർത്താവ് ആവശ്യപ്പെടുന്നു. കർത്താവിൻ്റെ മനുഷ്യാവതാര പ്രക്രിയ തുടരുവാൻ സഭയിലെ സഭാംഗങ്ങളുടെ ജീവനും ജീവിതവും താൻ ചോദിക്കുകയാണ്. നമുക്ക് വിശ്വാസത്തോടെ ഈ രക്ഷപ്പെടാനുള്ളവർക്ക് വേണ്ടി മരിക്കാനും ജീവിക്കുവാനും സാധിക്കുമോ? അത് കർത്താവിൻ്റെ കല്യാണ ദിവസത്തിൽ കല്യാണ മണ്ഡപത്തിൽ എത്തേണ്ട അനേകരിന്ന് ഭൂതങ്ങളുടെ വയറ്റിൽ കിടക്കുന്നു, കടലാനയുടെ വയറ്റിൽ കിടക്കുന്നു, പാതാളത്തിൽ ചത്ത് കിടക്കുന്നു, അനങ്ങാൻ നിവൃത്തിയില്ലാതെ കിടക്കുന്നു. അവരെ തപ്പിപ്പിടിച്ച് നമ്മുടെ ആത്മാവിൻ്റെ ദീപം കത്തിച്ച് അങ്ങനെയുള്ള അറകളെയൊക്കെ പരിശോധിക്കണം. കടലാനയുടെ വയറ്റിൽ കിടന്ന യോനായെ ദൈവാത്മാവ് ഒന്ന് കണ്ടെത്തി ആത്മാവിൻ്റെ ദീപം കത്തിച്ച് കടലാനയുടെ ഉദരത്തിൽ ചെന്ന് അവനെ അവിടുന്ന് പുറത്തെ ആടിച്ചിട്ട് ആ ഉയർപ്പിൻ്റെ ശക്തിയോടെ നീനിവയിൽ ചെന്നതുകൊണ്ടാണ് അവർ മാനസാന്തരപ്പെട്ടത്. നമുക്കാരെയെങ്കിലും മാനസാന്തരപ്പെടുത്താൻ ഒക്കുന്നില്ല. എൻ്റെ അർത്ഥം നമ്മുടെ പ്രാണൻ ഇതുവരെ ഉയർത്തെഴുന്നേറ്റില്ലെന്നാണ്, യോനായെ പോലെ അയ്യം വിളിച്ചില്ലെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ദീപം കത്തി എവിടെയെല്ലാം ഏതെല്ലാം കടലാനങ്ങളുടെ വയറ്റുകളിൽ എത്ര പ്രാണക്കുട്ടികൾ എവിടെയെല്ലാം കിടക്കുന്നുണ്ട്, പാതാളത്തിൽ എവിടെയെല്ലാമാണ് ഈ നാണയത്തെ പോലെ ചത്തു കിടക്കുന്ന പ്രാണക്കുട്ടികൾ കിടക്കുന്നതെന്ന് ടോർച്ചടിച്ച് നോക്കി അവിടേക്ക് ഊളിയിട്ട് സമുദ്രത്തിൻ്റെ അടിയിലേക്ക് പോകുന്നത് പോലെ പാതാളത്തിൻ്റെ അടിവരെയും ചെല്ലുവാനുള്ള ആ ദൈവസ്നേഹവും ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹവും ഉണ്ടെങ്കിൽ മാത്രമേ നഷ്ടപ്പെട്ടു പോയവരെ വീണ്ടെടുക്കാൻ സാധിക്കൂ. അങ്ങനെ അനേക ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരെ വീണ്ടെടുക്കുവാൻ യേശു നമ്മിൽ വന്ന് ജീവിച്ച് പാതാളത്തിൽ പോയി വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു വലിയ സത്യമാണ്
കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നു. കാണാതെ പോയ ആ പ്രാണൻ വീണ്ടെടുക്കപ്പെട്ട് കഴിയുമ്പോൾ ആർക്കൊക്കെ ആ സന്തോഷം വരുന്നു നോക്കി. കാണാതെ പോയ നാണയം കണ്ടു കിട്ടിയത് കൊണ്ട് എന്നോട് സന്തോഷിപ്പീനെന്ന് പറഞ്ഞ് അടിച്ചു വാരി ആ വീട്ടുകാരെത്തി സന്തോഷിക്കുന്നു. അയൽക്കാരെല്ലാം വിളിച്ച് സന്തോഷിക്കുന്നു. ഇപ്രകാരം തന്നെ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ സന്നിധിയിൽ സന്തോഷം ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ അനുതപിക്കാമെങ്കിൽ ദൈവദൂതന്മാരുടെ ഇടയിൽ സന്തോഷം ഉണ്ടാകും. അപ്പോൾ ദൈവദൂതന്മാർക്ക് ദുഃഖം വന്നതാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം. നമ്മുടെ ദുഃഖം തീരാത്തതിൻ്റെ കാര്യം നമ്മൾ ദൈവദൂതന്മാരെ ദുഃഖിപ്പിക്കുന്നുണ്ട്. അതെപ്പോഴാണ്? കഠിന ഹൃദയത്തോടെ അനുതാപമില്ലാത്ത വർത്തമാനവും പെരുമാറ്റവും നമ്മുടെ ഇടപെടൽ കൊണ്ട് ദൈവദൂതന്മാർ ദുഃഖിക്കുക. നമ്മുടെ കാവൽ ദൂതന്മാർ നമ്മുടെ ദൈവകൃപയില്ലാത്ത വാക്ക്, പ്രവൃത്തി, പെരുമാറ്റങ്ങൾ മുതലായി കണ്ട് ദുഃഖിക്കുക. അയ്യോ, അങ്ങനെ ആയിപ്പോയല്ലോ. എന്നാൽ ദൈവകൃപയിൽ, ദൈവ ആത്മാവിൽ അനുതാപികളെ തേടി പിടിച്ച് അവരെ രക്ഷിക്കുന്ന വേല ഉണ്ടാകുമ്പോൾ ദൈവദൂതന്മാർ സന്തോഷിക്കുന്നു, സ്വർഗം മുഴുവൻ സന്തോഷിക്കുന്നു. നമുക്ക് ആ സന്തോഷത്തിൻ്റെ പങ്ക് കിട്ടുന്നു. നഷ്ടപ്പെട്ടു പോയ, മരിച്ചുപോയ പ്രാണക്കുട്ടിയും ഉയർത്തെഴുന്നേറ്റ് പന്തിയിലിരിക്കുന്നു. അനുദപിക്കുന്ന അത് യേശുവിനെ കൂടാതെ എന്തോ ചെയ്തപ്പോഴാണ് ലാസർ മരിച്ചത്. ലാസർ ഉയർത്തെഴുന്നേറ്റ് വന്ന് കർത്താവിനെ ക്ഷമ ചോദിച്ചു. കർത്താവിൻ്റെ കൂടെ പന്തിയിലിരുന്ന് ആനന്ദിച്ചു. നമ്മുടെ വരാൻ പോകുന്ന 3 നോയമ്പും അതിനു മുമ്പുള്ളതായ എക്യുമെനിക്കൽ ധ്യാനവും കാണാതെ പോയ ഈ നാണയങ്ങൾ കണ്ടെത്താനുള്ള അവസരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. മുടിയൻപുത്രൻ്റെ ഉപമയാണ് അടുത്തത്. ഇത് കാണാതെ പോകുന്ന മറ്റൊരു വശത്തെ സൂചിപ്പിക്കുന്നു. ഇവിടെ ഈ മുടിയൻപുത്രൻ ചാകുന്നില്ല, കുഴിയിൽ വീഴുന്നില്ല, ദാരിദ്ര്യം വന്നേ ഉള്ളൂ. ബോധം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അങ്ങനത്തെ പ്രശ്നം നമുക്കുണ്ടാകാം. നമ്മുടെ ശരീരത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല, ദാരിദ്ര്യമുണ്ട്, പണം തികയുന്നില്ല, ആരോഗ്യം തികയുന്നില്ല, സന്തോഷം തികയുന്നില്ല, വരൾച്ചയുണ്ട്. എന്നാൽ ബോധം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. തനിക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് എനിക്ക് ബോധം ഉണ്ടായി. തൻ്റെ അപ്പൻ എത്ര നല്ലവനായിരുന്നു എന്നുള്ള കാര്യം ബോധ്യമായി. താൻ അപ്പൻ്റെ അനുവാദം ചോദിക്കാതെ അപ്പൻ്റെ കയ്യിൽ നിന്ന് വസ്തുവകൾ വാങ്ങിച്ചുകൊണ്ട് പോയത് ശരിയായില്ല. അപ്പനൊരെതിരും പറഞ്ഞില്ലല്ലോ, ചോദിച്ചത് ഞാൻ എടുത്തു തരികയായിരുന്നല്ലോ, എനിക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുകയാണല്ലോ, എന്നെ ഇറക്കി വിട്ടേച്ച് കഥ അടച്ചില്ല, കഥ തുറന്ന് നോക്കിയിരിക്കുകയായിരുന്നല്ലോ. ആ മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ കഥ തുറന്നിട്ട് അവൻ കണ്ണ് മറയുന്നിടം വരെ നോക്കിയിരുന്നാണ്. അതവനറിയാം. അവസാനം വളവ് ചെന്നപ്പോൾ തിരിഞ്ഞ് നോക്കി കാണും. കുടിയുമ്പോൾ തന്നെ വളവ് ഞാൻ എൻ്റെ അപ്പൻ എന്നാ കാണിക്കുന്നുണ്ട്. അപ്പം തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു കാണും ആ കഥ തുറന്ന് കിടപ്പുണ്ട്. ആ വാതിൽക്ക് തന്നെ നോക്കി നിൽക്കുക. അത് അവൻ്റെ മനസ്സിൽ ശരിക്ക് പതിഞ്ഞ് കിടപ്പുണ്ട്. ക്ഷാമം മുഖത്ത് ബോധം വർദ്ധിച്ചപ്പോൾ അയ്യോ, എൻ്റെ അപ്പൻ ഇപ്പോഴും എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ, അത്ര നല്ല അപ്പനായിരുന്നു, ഞാൻ അപ്പനെ തെറ്റിദ്ധരിച്ചല്ലോ, ഞാൻ അപ്പനോട് ഒരു വാക്ക് ചോദിച്ചില്ല, എനിക്കുള്ളതാന്നാ പറഞ്ഞത്, വെയ്യടാന്നാ പറയുന്നത്. വെയ്യടോ, ഇങ്ങോട്ട് എൻ്റെ വീതം വയ്യെന്നേ പറഞ്ഞുള്ളൂ. അയാളത് എതിരൊന്നും പറഞ്ഞില്ല. ആ അപ്പൻ്റെ വീട്ടിലേക്ക് തന്നെ എനിക്ക് പോകാൻ, എനിക്ക് ഇനി അവിടുത്തെ മകൻ്റെ സാധനമൊക്കെ ഞാൻ തന്നെ കളഞ്ഞു വിളിച്ചു, ഇനി അവിടുത്തെ വേലക്കാരൻ്റെ സ്റ്റാറ്റസ് എങ്കിലും മതി എന്നൊക്കെ പറഞ്ഞു പോയതായ ആ സമയത്ത് ക്ഷാമം മൂത്തപ്പോൾ ബോധം വർദ്ധിച്ച് അപ്പൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോയി. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയും ചില വശങ്ങൾ കാണും. നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിൽ ക്ഷാമം മൂക്കുമ്പോൾ ബോധം വർദ്ധിക്കാമെങ്കിൽ സ്വർഗത്തിലെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാം. എല്ലാ കുർബാനയിലും ഈ മുടിയൻപുത്രൻ മടങ്ങി വന്ന പോലെ മടങ്ങി വരുന്ന പ്രാണക്കുട്ടികളുണ്ട്, മടങ്ങി വരുന്ന ആത്മാക്കളുണ്ട്. അപ്പോൾ ആത്മാവിനും ബോധത്തിനുമൊക്കെ ഇങ്ങനെ ക്ഷാമം മൂത്ത് ബോധം വർദ്ധിച്ച് മടങ്ങി വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം നമുക്ക് അനേകരുമായി പങ്കിടാൻ സാധിക്കും. ആ അപ്പൻ ആ സന്തോഷം അവിടെയുള്ള വേലക്കാരുമായിട്ട്, ആ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് പങ്കിട്ടു. പക്ഷേ ഒരു ചേട്ടന് മാത്രം അത് പങ്കിടാനൊത്തില്ല. അനിയനകത്ത് വന്നപ്പോൾ ചേട്ടൻ വിളിക്കുകയാടി. ഈ ഗതികേട് നമുക്കുണ്ടാകാം. ധ്യാനമന്ദിരത്തിലും സങ്കേതഭവനത്തിൽ, പള്ളികളിൽ, സുവിശേഷ പന്തലുകളിൽ അനേക കാണാതെ പോയ മുടിയൻപുത്രന്മാരെ പുത്രിമാരൊക്കെ തിരിച്ചു വരുമ്പോൾ അതുകൊണ്ട് കുശുമ്പോടെ അവർക്കെന്താ ഇതിനുള്ള അർഹത, അവർ ഇന്നതൊക്കെ ചെയ്തവരല്ലേ, അവർ കൊള്ളരുതാത്തവരല്ലേ, അവരെന്തിനാ ഇങ്ങനെ സന്തോഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അതിൽ സന്തോഷിക്കാൻ പങ്കില്ലാത്തവരും ഉണ്ടാകാം. ഇത് ഈ 3 തരത്തിലുള്ളതായ കാണാതെ പോക്ക് നമ്മുടെ ഒരു വ്യക്തിയിൽ തന്നെ ഉണ്ടാകാം, ഒരു കുടുംബത്തിലുണ്ടാകാം,
ഒരു പള്ളിയിലുണ്ടാകാം, ധ്യാനമന്ദിരത്തിലും ഉണ്ടാകാം. പക്ഷെ ഇതാരാ എപ്പോഴാണ് ഈ റോളിലാകുന്നെന്നുള്ളതാണ് പരിശോധിച്ചോണം. ഇന്ന് നമ്മൾ കാണാതെ പോയ ആടിൻ്റെ റോളിലാണെങ്കിൽ നാളെ ചിലപ്പോൾ നാണയത്തിൻ്റെ റോളിലായിരിക്കും, നാളെ കഴിഞ്ഞ് മുടിയമ്പത്തൻ്റെ പരിപാടിയായിരിക്കും നമ്മുടെ. ഇതിങ്ങനെ മാറി മാറി നമ്മുടെ ദേഹത്തിലും ദേഹിയിലും ആത്മാവിലും വന്നുകൊണ്ടേയിരിക്കും. എല്ലാ ദിവസവും സ്വയപരിശോധന ചെയ്യണം. ദൈവമേ, ഞാൻ എൻ്റെ പ്രാണൻ നിന്ന് കാണാതെ പോയ ആട് പോലെ എവിടെയെങ്കിലും കുടുങ്ങിയിരിക്കുകയാണോ? മോഹത്താൽ മരിച്ചുപോയി സ്തുതിക്കാനൊക്കാതെ തരത്തിൽ ഞാൻ നാണയം പോലെ എവിടെയാ ചത്തു കിടക്കുന്നത് എൻ്റെ പ്രാണൻ? മുടിയമ്പത്തനെ പോലെ ക്ഷാമം മൂത്ത് ബോധം വധിച്ചിട്ട് എവിടെ നിന്നാണ് എൻ്റെ ആത്മാവ് അപ്പോൾ ദൈവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയൊക്കെയും ദിവസവും നമ്മുടെ വീട്ടിലും നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മുടെ വ്യക്തിത്വത്തിലും ഈ 3 തരം കാണാതെ പോക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. കാണാതെ പോയിട്ടില്ലെങ്കിൽ കാണാതെ പോയവരെ തപ്പി നടക്കാൻ നമ്മുടെ ദൈവത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ 99 ആടുകൾക്ക് ഒരു പരിഭവമില്ല. കാര്യം എന്നാ? അവരുടെ പ്രിയപ്പെട്ട ഒരാളിന് നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് സങ്കടമുണ്ട്. 100 പേർ ഒന്നിച്ച് ഉറങ്ങിയ രാത്രികളുണ്ട്, ഇന്ന് ഒരെണ്ണമില്ല. ആ ഒന്നിൻ്റെ ശൂന്യത ആ 99 പേർക്കും ദുഃഖം ഉണ്ടാക്കി, അത് ഇടയനും ദുഃഖമുണ്ടായി. ആ ടീം സ്പിരിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ നേടാനൊക്കെ ഉള്ളൂ, മറ്റുള്ളവരെ നേടുന്നതിലുള്ള ത്യാഗങ്ങൾ സഹിക്കാനൊക്കെ ഉള്ളൂ. ആ മനോഭാവം യേശുവിനുണ്ടായ അതേ മനോഭാവത്തിന് മാത്രമേ കല്യാണത്തിന് പോകേണ്ടവരെല്ലാം കൂട്ടിക്കൊണ്ട് പോകാനൊക്കെ ഉള്ളൂ. അപ്പോൾ 75% ഇന്ത്യക്കാരെയും കൊണ്ട് കല്യാണത്തിന് പോകണമെങ്കിൽ എന്തുമാത്രം ബന്ധപ്പാടുണ്ട്, എത്ര പേര് തപ്പി ഇറങ്ങാൻ വേണം. അത് ഞാനാകുമോ? അപ്പോൾ എനിക്കെന്ത് കിട്ടുമെന്നുള്ളതിനേക്കാൾ മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കാൻ കഴിയുമെന്ന് വിചാരിച്ചോട്ട് വരാനൊക്കുമോ? നമ്മൾ ഇത്രയും നാളും വന്ന് എനിക്കെന്ത് കിട്ടുമെന്ന് വിചാരിച്ചാണ് വന്നത്. ഇനി നേരെ മറിച്ച് നഷ്ടപ്പെട്ടു പോയാലെ വീണ്ടെടുക്കാൻ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും, എനിക്കെന്ത് കൊടുക്കാൻ സാധിക്കും? വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? കൊടുക്കുന്നതിനേക്കാൾ കിട്ടുന്നത് ഭാഗ്യമെന്ന് എപ്പോഴും നമ്മുടെ വിചാരം. ആ മനോഭാവം തിരിച്ചെഴുതി നമ്മൾ വരുന്നിടത്ത് എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാൻ സാധിക്കും. ഈ കസേരയെല്ലാം പുറകോട്ട് മാറ്റിയിട്ടിരിക്കുന്നതാണെന്നറിയാവോ? അറിയത്തില്ല. കസേര ആവശ്യമുള്ളവർക്ക് ആദ്യം കൊടുക്കാൻ വേണ്ടി ആദ്യം വരുന്നവർ മുമ്പ് നിൽക്കുക, എന്നിട്ട് കസേര ആവശ്യമുള്ളവർക്ക് അത് എടുത്തു കൊടുക്കാൻ വേണ്ടി, അല്ലെ അവരെ അവിടെ കൊണ്ട് ഇരുത്താൻ വേണ്ടിയാണ് പുറകോട്ട് മാറ്റിയിട്ടിരിക്കുന്നത്. എന്നേക്കാൾ അധികം കസേര ആവശ്യമുള്ളവരിവിടെ വരും. രോഗികള്, ക്ഷീണിതര്, അവർ വരുമ്പോൾ അവർക്ക് വേണ്ടി റിസർവ് ചെയ്ത് മാറ്റിയിട്ടിരിക്കുക. ആദ്യം വരുന്നവർ, നിൽക്കാൻ കഴിവുള്ളവർ, നിലത്തിരിക്കാൻ കഴിവുള്ളവർ, കസേര ആവശ്യമുള്ള ആരെങ്കിലും പുതുതായിട്ട് വന്നാൽ അവരെ വിളിച്ചിരുത്തിക്കൊണ്ട് ഇരുത്താൻ വേണ്ടി. ആ മനോഭാവം നോക്കുന്നുണ്ടോ? അർത്ഥം മനസ്സിലായില്ല. കാണാതെ പോയവരെ തപ്പി പിടിച്ച് വന്നിരിക്കെ ഒരു മുടിയംപുത്രൻ ക്ഷാമം മൂത്ത് ബോധം വർദ്ധിച്ച സങ്കേതവനത്ത് വരെ ഒന്ന് പൊക്കളയാം എന്ന് വിചാരിച്ച് നല്ലപ്പോഴേ വരുമ്പോഴേ വേണ്ട ഒരു മുടിയംപുത്രൻ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ മുടിയംപുത്രി വന്നിരിക്കുന്നു. അവരെല്ലാവരും കൂടെ ചേർന്ന് സ്വീകരിച്ചിട്ട് അവർക്ക് നല്ല കസേര കൊടുക്കണം. എനിക്ക് ഒരു കസേരയും കിട്ടില്ല, പുറയിലത് കണ്ട അവിടെ ഒരു സ്റ്റെപ്പുണ്ട്, അതേ ഇരുന്നാലും മതി. ആ മനോഭാവം നോക്കണ്ട. ആദ്യം വന്നവരെ, രോഗികളെ, ക്ഷീണിതരെ, അവരെ കാര്യമായി സ്വീകരിച്ച് അവരെ വന്നതിന് സന്തോഷം പങ്കിട്ട് അവരെ നമ്മൾ അംഗീകരിക്കുന്നെന്നും അവരോട് സ്നേഹമുണ്ടെന്നും കരുതലുണ്ടെന്നും കാണിച്ചാൽ അവരെ ആ ദൈവസ്നേഹം നമ്മളെ കൂടെ കാണാൻ നമുക്ക് അങ്ങനെ ഒരു കരുതലുണ്ടോ? ആ കാര്യമായി കസേര ഇപ്പോൾ പ്രസംഗിക്കുന്നത്. ഈ കസേര എന്നെക്കാൾ അധികം മറ്റുള്ളവർക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ കസേര ഇല്ലാതെ ഞാൻ മുമ്പിൽ ഒന്നിരിക്കട്ടെ. എല്ലാവരും വന്നിരുന്നതിന് ശേഷം മിച്ചമുണ്ട് ഞാനിരിക്കുക, മിച്ചമില്ലെങ്കിൽ ഞാൻ ആ പുറയില്ല സ്റ്റെപ്പയിലെങ്കിലും പോയി ഇരുന്നാൽ മതി, മറ്റുള്ളവരിയ്ക്കുന്ന എനിക്കിന്ന് കണ്ടാൽ മതി എന്ന് ബോധമുണ്ടോ? അപ്പൊ ഈ കാണാതെ പോയ 3 തരം മുടിയംപുത്രന്റെയും കാണാതെ പോയ പണത്തിന്റെയും ആടിന്റെയും ഒക്കെ കാര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, കർത്താവേ, അനേകരെ നേടുവാനുള്ള ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം എനിക്ക് വേണം. വരുന്നവരെ സ്വീകരിപ്പാനും അവരുടെ ആവശ്യം എന്നേക്കാൾ വലിയ ആവശ്യമാണ്, അത് കർത്താവിൻ്റെ ആവശ്യമാണ്, സഭയുടെ ആവശ്യമാണെന്ന് പറഞ്ഞ് വേല ചെയ്യിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. 46-ാമത്തെ സങ്കീർത്തനം ധ്യാനിച്ചുകൊണ്ട്, ഈ വചനം ധ്യാനിച്ചുകൊണ്ട് സ്വല്പസമയം നമുക്ക് മൗനമായിട്ടിരിക്കാം. എന്നിട്ട് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നവർ പ്രാർത്ഥിച്ച് 12 മണിക്ക് ധ്യാനം തീരുന്നതാണ്. 10 മിനിറ്റ് മൗനമായിട്ട് ധ്യാനിക്കുക. യേശുവോടു ചേർന്നിരിപ്പ